നിനക്കാണ് എന്തോ കാര്യമായ പ്രശ്നമുള്ളത്. പിന്നെ രോഹിത് നിന്നെ വിട്ടിട്ട് ആ പ്രീതയുടെ പിന്നാലെ പോകുന്നെന്താ? എന്തെങ്കിലും ചെയ്യൂ ഷേർലിൻ, എന്തെങ്കിലും ചെയ്യൂ. ഇപ്പതാ ആ കിരണും അവളുടെ പിന്നാലെ തന്നെയാ. ഐ എം ടെല്ലിങ് യു, ഒന്നും നടക്കാൻ പോകുന്നില്ല. ആബ്സല്യൂട്ട്ലി നത്തിങ്. ഇതൊക്കെ നടക്കും, പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം. ഞാൻ ഫുഡ് പോയ്സൺ ചെയ്തതുപോലെ. യു ഹായ് ആന്റി. ഹായ് ഷേർലിൻ. അത് എന്താണെന്ന് കിരൺ, ആക്ച്വലി എനിക്ക് ഫുഡ് പോയ്സണിങ് വന്നിരുന്നു, പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. എല്ലാവരും വലിയ ടെൻഷനിലായിരുന്നല്ലോ. അത് ഞാൻ ആന്റിയോട് പറയുമായിരുന്നു. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. റൈറ്റ്. അതാ ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നേ. അത് ഞാൻ ഡാഡിനെ അന്വേഷിക്കായിരുന്നു. കമോൺ, നിങ്ങൾ എന്നെ ഒന്ന് തടയാ. ആരെങ്കിലും ഒന്ന് തടയൂന്നേ. ഞാനിവിടെ ഷേർലിനോട് അവളെ എനിക്കൊരു സംശയമില്ലെന്ന് പറയാനാ വന്നത്. അപ്പൊ അവൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അതങ്ങ് കണ്ണു അടച്ച് ചെയ്യുമായിരുന്നു. കിരൺ, എന്താ ആന്റി? ആന്റി എന്നെ വിളിച്ചായിരുന്നോ? ആ പിന്നെ എനിക്ക് ഒന്ന് ചോദിക്കാനുണ്ട്. നിനക്കിപ്പോ എന്നെക്കാൾ ഇമ്പോർട്ടന്റ് പ്രീതിയാണല്ലേ? ഓഫ് കോഴ്സ് നോട്ട് എന്റെ ആന്റി. എനിക്ക് ആന്റിയും, ഇൻഫാക്ട് നിങ്ങൾ രണ്ടുപേരും എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിയലി? യാ, പക്ഷേ എനിക്ക് ആന്റിയോട് സംസാരിക്കാനേ തോന്നുന്നില്ല. അതെന്താ? അത് ആന്റി എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞില്ലേ, അതുകൊണ്ടാ. സോ സോറി. ഷേർലിൻ, ഞാൻ ആ പ്രീതിയെ കണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ നിനക്കെതിരെ എന്തോ തെളിവുണ്ടെന്ന്. സംതിങ് ടു പ്രൂവ് ദാറ്റ് ഫുഡ് പോയ്സണിങ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിനക്കെന്തോ പങ്കുണ്ടെന്ന്. വാട്ട് നോൺസെൻസ്? കാം ഡൗൺ ആന്റി. യു നോ ഐ ആം ഇന്നസെന്റ്. ഓഫ് കോഴ്സ് യു ആർ ഇന്നസെന്റ്. നീ എന്താ പറഞ്ഞേ? പ്രീത അവളുടെ കയ്യിൽ എന്താ ഉള്ളേ? നെർവസ് ആയല്ലോ. ഉറപ്പായിട്ട് ഇവൾ എന്തോ ചെയ്തിട്ടുണ്ടപ്പോ. അവൾ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അവളുടെ കയ്യിൽ എന്തോ പാക്കറ്റ് ഉണ്ടെന്ന്. അതവൾക്ക് സിന്ദൂരഭാഗ്യം ഹാളിന്റെ കിച്ചണിൽ നിന്ന് അത്ര കിട്ടിയത്. ആ പാക്കറ്റിൽ എന്തോ വെളുത്ത പൊടി ഉണ്ടായിരുന്നു. പിന്നെ ആ പാക്കറ്റിൽ നിന്റെ ഫിംഗർ പ്രിന്റ്സ് ഉണ്ടെന്ന് അവൾ പറഞ്ഞത്. പക്ഷെ ഷേർലിൻ, ഞാൻ ഒരിക്കലും അവളുടെ കഥ വിശ്വസിക്കാനേ പോകുന്നില്ല. അവൾ പറയുന്ന കാര്യം വിശ്വസിക്കുന്ന വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടേയിരിക്കും. പക്ഷേ ആന്റി, അവളൊരു പ്രശ്നക്കാരിയാണെന്നേ. പോലീസിന്റെ അടുത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ അവളുടെ കയ്യിലാണെങ്കിൽ തെളിവുണ്ട്. അവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അവള് പോലീസിന്റെ അടുത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. എന്താ ചെയ്യാ പെണ്ണിനെ? ആകെ പ്രോബ്ലം ആവും അല്ലേ? റൈറ്റ്? ഐ മീൻ, ഒന്നും സംഭവിച്ചില്ലെങ്കിലും പേര് ചീത്തയായി പോവില്ലേ? എനിക്ക് ചിന്തിക്കാൻ വയ്യ. ഷേർലിന്റെ ഇമേജിന് മേലെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ ഏട്ടന്റെ എൻഗേജ്മെന്റ് വെറുതെ ആവില്ലേ? വിച്ച് ഐ വുഡ് ലൈക്ക്. ഷേർലിൻ, ഞാൻ അവൾ പറയുന്നൊന്നും ഒരിക്കലും വിശ്വസിക്കാനേ പോകുന്നില്ല. പിന്നെ ഞാൻ ചെയ്തത് സരളാന്റെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു വെക്കാൻ അതെന്റെ അമ്മ പറഞ്ഞോട്ട് മാത്രമാണെന്നേ. ഓഫ് കോഴ്സ് ഇതെല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്തേ. സൂപ്പർ. അതായത് കിരൺ എന്നെ ഒട്ടും തന്നെ സംശയമില്ല. ഇനിയിപ്പോ എനിക്ക് യാതൊരു തടസ്സമില്ലാതെ പോയി എക്സ് ഹസ്ബൻഡിനെ കാണാൻ പറ്റും. ഫാന്റാസ്റ്റിക്. ഇപ്പൊ നീ വളരെ കോൺഫിഡന്റ് ആയിരിക്കുക. അതുകൊണ്ട് നീ ഉറപ്പായിട്ടും എന്തെങ്കിലും തെറ്റ് ചെയ്തേ അടങ്ങൂ. പിന്നെ ഞാനും പ്രീതയും നിന്നെ കൈയോടെ പിടിക്കോടി. ആന്റി, ഞാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ ഷേർലിന്റെ ഇമേജിന് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല എന്നാ. താങ്ക് യു കിരൺ. താങ്ക് യു ഫോർ ബിലീവിംഗ് ഇൻ മീ. ഐ ടോട്ടലി ബിലീവ് ഇൻ യു. അല്ലെങ്കിലും ആ മിഡിൽ ക്ലാസ് പ്രീതിയിൽ ആരെങ്കിലും വിശ്വസിക്കുമെന്നേ? അല്ല, നിനക്കെന്താ തോന്നിയത്? ഞാൻ എന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാണ് സരളാന്റിയെ ജയിലിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പോയത്. അതിന് നീ മാത്രം കാരണം. ഇറ്റ്സ് ഓൺലി ഫോർ യു. ഓ, ഐ എം സോ സോറി മോനെ. ഇതൊന്നും എനിക്ക് അറിയുകയില്ലായിരുന്നു. ഒരു കോള് വിളിച്ചെങ്കിൽ ഇതെല്ലാം പറയാമായിരുന്നില്ലേ മോനെ? എന്റെ ആന്റി ഞാൻ ഫോൺ വിളിക്കാനായിട്ട് ഇരുന്നയാ. പക്ഷെ അപ്പോഴേക്കും ആന്റിയുടെ കോള് വന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് പറയുന്ന കരുതിയത്. പക്ഷെ വീട്ടിലെത്തിയപ്പോഴേക്കും ആന്റി എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞില്ലേ. എല്ലാവരും എന്നെ വഴക്കം പറഞ്ഞു. എന്നെ സംബന്ധിച്ച് എനിക്കത് വല്ലാത്ത വിഷമമായി പോയി ആന്റി. ഓ, അതുമല്ല ആന്റി, എന്താ? ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു അല്ലേ? അതെന്താ? ബിക്കോസ് ഏട്ടനുണ്ടായിരുന്നില്ലേ അവിടെ. എന്താന്ന് വെച്ചാൽ ഏട്ടനും പ്രീതയും വളരെ വലിയ സുഹൃത്തുക്കളാണ്.
സാരമില്ല ആന്റി. ഇനി എന്തെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ആന്റി ഉറപ്പായിട്ട് ഫോൺ വിളിക്കാം. ഓക്കേ, ഗുഡ് ബൈ. ഷേർലിൻ, ടേക്ക് കെയർ. ഗുഡ്. ഷേർലിൻ വീണ്ടും റിലാക്സ് ആയിരിക്കാം. എന്റെ മിഷൻ കംപ്ലീറ്റ്. ഇനി ഇവള് കെയർലെസ് ആയിക്കോളും. എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. അപ്പൊ കയ്യോടെ പിടിക്കണം ഇവളെ. താങ്ക് ഗോഡ്, എല്ലാം ഓക്കെയാണ്. വെറുതെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. നീ എന്താ പറഞ്ഞേ? ഞാൻ പോയി എന്റെ ഫാമിലിയെ നിയന്ത്രിക്കാനോ? കണ്ടോ, ഇതാണ് എന്റെ ഫാമിലി, എന്റെ കിരൺ. ഞാൻ എന്റെ കുടുംബത്തിനെതിരായി ഒരിക്കലും ഒന്നും ചെയ്യില്ല. നീ നിന്നെ കുറിച്ച് ചിന്തിക്കും. ഇനി അഥവാ പ്രീതയുടെ പക്കൽ നിനക്കെതിരെ തെളിവുണ്ടെങ്കിൽ 100% അവൾ നിനക്കെതിരായി അത് ഉപയോഗിച്ചിരിക്കും. Now you think, what will you do, darling? സൃഷ്ടി, അവിടെ നിക്ക്, ഞാൻ പറയുന്നു കേൾക്കില്ല. കേൾക്കില്ല. പറയേണ്ട സമയത്ത് ചേച്ചി പറഞ്ഞില്ലല്ലോ. ചൂടാറിയ വാർത്തയിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. സൃഷ്ടി, ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. നീ കേട്ടതിൽ പകുതി മാത്രമാണ് സത്യമായിട്ടുള്ളത്. ആ, പകുതി സത്യോ. കാരണം ഞാൻ ചേച്ചി പറയുന്നതാ കേട്ടത്, ഐ ലവ് യു കിരൺ. പക്ഷെ ഞാൻ കിരൺ സാർ പറയുന്നത് കേട്ടില്ല, ഐ ലവ് യു പ്രീതാന്ന്. പിന്നൊരു കാര്യം, ചേച്ചിയുടെ ഫോൺ സ്പീക്കറിൽ ഇട്ടിരുന്നെങ്കിൽ അതും ഞാൻ കേട്ടേനെ. കുട്ടി, നിനക്ക് ഇത്രയും ധൈര്യം എവിടുന്ന്? ഒരു ചെറുപ്പക്കാരൻ പയ്യനോട് പ്രണയം തുറന്നു പറയുന്നതിനും അവനോട് ഐ ലവ് യു എന്ന് പറയുന്നതിനും മുൻപ് നീ ഒരിക്കലെങ്കിലും നിന്റെ അമ്മയോടോ നിന്റെ ഈ എക്സ്പീരിയൻസ്ഡ് അമ്മുമ്മയോടോ ഒന്ന് ചോദിച്ചോ? അയ്യോ, എന്റെ മുത്തശ്ശി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഇല്ല, ഇവള് കാരണം ഉണ്ടായത്. സൃഷ്ടി, നീ ഇതിന് എല്ലാവരിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. സത്യം പറയാൻ പറ്റില്ലെങ്കിൽ കള്ളുമെങ്കിലും പറയാതിരിക്കും ചേച്ചി. എനിക്കറിയാം ചേച്ചി എന്താ പറയാൻ പോകുന്നത്. ഇതാ മുത്തശ്ശി വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ല. ഫ്രണ്ട്സ്. പക്ഷെ മുത്തശ്ശി, ഞാൻ പറയുന്നത് മുത്തശ്ശി വിശ്വസിക്കണം. ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ, ഐ ലവ് യു കിരൺ. ഞാൻ എന്തിനാണോ അത് പറയാൻ പോയത്? എന്റെ മുത്തശ്ശി, ഞാൻ പറയരുതെന്ന് ആരാ വിലക്കിയത്? നീ 100 വട്ടം പറയും. പക്ഷേ ഞാൻ അറിഞ്ഞിരിക്കണ്ടേ? ആഫ്റ്റർ ആൾ ഞാൻ നിന്റെ അമ്മുമ്മയല്ലേ? ഓഹോ, എന്താ ഇപ്പോഴത്തെ കാലം? എന്നെ ആരും ആരായിട്ടും കാണുന്നില്ലല്ലോ. ഞാൻ നിന്റെ അമ്മുമ്മ അല്ലല്ലേ? നീ എന്റെ പേരക്കുട്ടിയുമല്ലേ? അമ്മുമ്മയാണെന്ന് വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. നീ എന്നെ മനസ്സുകൊണ്ട് അങ്ങനെ കണ്ടിട്ടില്ലെന്നല്ലേ? അല്ല മുത്തശ്ശി, എന്താ ഈ പറയുന്നേ? ഓഫ് കോഴ്സ് എനിക്ക് അല്ല. ഒരു മിനിറ്റ് മുത്തശ്ശി ചേച്ചിയെ ഇപ്പോഴല്ലേ കാണുന്നത്? ഞാൻ ചേച്ചിയെ കുട്ടിക്കാലം തൊട്ട് കാണുവാ. എന്നോട് പോലും പറഞ്ഞില്ല. ശരി, ഓക്കെ, ഞാൻ ഇളയവളൊക്കെയാണ്. പക്ഷെ ഒന്ന് മനസ്സിലാവാതിരിക്കാൻ ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ല. എന്നെ വേറെ ആരെ പോലെ കണ്ടില്ലേ? എന്നെ അന്യാക്കി കളഞ്ഞില്ല ചേച്ചി. നീ ഇതെന്തൊക്കെയായി പറയുന്ന സൃഷ്ടി? പറഞ്ഞു നീ കാര്യം ഇങ്ങോട്ടേക്ക്. ഞാൻ ഉള്ള കാര്യം തന്നെയാ പറയുന്ന ചേച്ചി. ഞങ്ങളെ ഒട്ടും വിശ്വസിക്കുന്നില്ല. വീണ്ടും എന്തൊക്കെയാ പറയുന്ന സൃഷ്ടി? ഈ പ്രണയത്തിലെല്ലാം വിശ്വാസമാണ് പ്രീത. എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ ഇതൊക്കെ. അത് അത്രയ്ക്ക് ശരിയായ കാര്യവുമല്ല. അത് വിട്ടേക്കാം. നിന്റെ അമ്മയോട് പറയാത്തതും വിട്ടേക്കാം. അവൾ ടെൻഷന്റെ ഹോൾസെയിൽ കടയുടമയാണല്ലോ. സോ പറഞ്ഞിട്ടെന്ത് കാര്യം? പക്ഷെ എന്നോട് നീ എന്താ എന്നോട് പറയാത്തത്? എന്റെ മുത്തശ്ശി, അമ്മ ഇതിൽ പിടിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞോണ്ടിരിക്കുവല്ലോ. കണ്ടോ മുത്തശ്ശി, നമ്മളെ തടഞ്ഞു നിർത്തുന്നത്? കിരൺ സാറിനെ പറ്റി പറയരുത്, അമ്മയെ പറ്റി പറയരുത്. പിന്നെ ആരെ പറ്റിയാ പറയേണ്ടത്? രോഹിത് സാറിനെ പറ്റിയോ? സൃഷ്ടി, നീ ഇല്ലാത്തത് പറയരുത് കേട്ടോ. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിനക്കറിയാം. എന്നിട്ട് നീ എന്തിനാ എല്ലാവരോടും നീ വീണ്ടും ഇങ്ങനെയൊക്കെ പറയുന്നേ? ആദ്യം നീ ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കും. ഓ മൈ ഗോഡ് മുത്തശ്ശി, കിരൺ സാർ വന്നതായിരിക്കും ഐ ലവ് യു പ്രീത എന്ന് പറയാൻ. മുത്തശ്ശിക്ക് അറിയോ, രാവിലെ ചേച്ചി അങ്ങ് കടത്തിക്കൊണ്ടുപോയി സാറ്. ചേച്ചി വീട്ടിലുണ്ടോ ഇല്ലെന്ന് പോലും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ചേച്ചിയെ പിടിച്ചു വെച്ചു മുത്തശ്ശി. ഞാൻ പോയി വാതില് തുറന്നോളാം. ഒന്നും പറയണ്ട, നീ ഒരിടത്തേക്ക് പോയില്ല. വാതില് തുറക്കാൻ നീ പോണ്ട. പക്ഷെ കിരൺ എന്തിനായിരിക്കും വന്നത്? അല്ല, ഓഫ് കോഴ്സ് മുത്തശ്ശി റൊമാൻസ് മുന്നോട്ട് കൊണ്ടുപോവാൻ. കാരണം പ്രീത ചേച്ചി പറഞ്ഞു കഴിഞ്ഞു ഐ ലവ് യു കിരൺ. പക്ഷേ എന്നെ കിരൺ സാർ പറയണ്ടേ ഐ ലവ് യു പ്രീത. അല്ലെങ്കിലും എന്റെ കിരൺ സാർ പ്രീത ചേച്ചിക്കാള് റൊമാൻറ്റിക്കാ. അതുകൊണ്ട് ഞാൻ സംസാരിക്കും സാറിനോട്. സൃഷ്ടി, നീ ഒന്നും പറയരുത്. അഥവാ നീ എന്തെങ്കിലും പറഞ്ഞു നിന്നെ ഞാൻ ശരിയാക്കും. ഇതൊക്കെ നീ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. ഐ ലവ് യു എന്ന് പറയുന്നതിന് മുമ്പ്. ഞാൻ പറയാൻ പോവാ. മുത്തശ്ശി, പല്ലി. ഇവർ രണ്ടുപേരും പ്രിയയും ബുൽബുലിനെയും പോലെ തന്നെ.
ഭഗവാന് നന്ദി. നീ ഞങ്ങളുടെ കുടുംബത്തിൽ വീണ്ടും സന്തോഷം കൊണ്ടു തന്നതിന്. സൃഷ്ടി, ഞാൻ പറയട്ടെ, നീ മണ്ടത്തരൊന്നും കാണിക്കല്ലേ. ഇനി അഥവാ കിരണാണെങ്കിൽ പോലും നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും വിളിച്ച് പറയരുത് കേട്ടോ. ഇനി നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു നോക്കിക്കോ, കൈന്ന് വാങ്ങിക്കും. ഞാനും കിരൺ ഒരു ഇമ്പോർട്ടന്റ് കാര്യം സംസാരിക്കായിരുന്നു. ഇനി ചിലപ്പോ അവൻ തന്നെ അല്ലാന്ന് ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് ഒബ്വിയസ്ലി കിരൺ സാർ തന്നെയാണെന്നല്ലേ. അതെന്താന്നറിയോ, ഫോണിൽ സംസാരിച്ചിട്ട് മതിയായിട്ടുണ്ടാവില്ല. സോ അതിനെന്താ പറയാ, ആ പ്രണയാർത്ഥമായി സംസാരിക്കാൻ വരുവാ. അല്ല, കിരൺ സാറിന്റെ ചേച്ചിയോട് അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്നുണ്ടാവും. Just give him a chance, yaar. സൃഷ്ടി, നിനക്ക് വട്ടാണോ? നീ വാ തുറന്നു പോയത് കേട്ടോ. ചേച്ചി, എന്റെ 2 കൈ കൂട്ടി കെട്ടി വെച്ചാലും എന്റെ വായും എന്റെ ശബ്ദവും സ്വതന്ത്രമാണ്. ഡോണ്ട് വറി, ചേച്ചി നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. വരൂ വരൂ, ചേച്ചി നിങ്ങളെ തന്നെയാ കാത്തിരുന്നത്. സാറോ? നിങ്ങൾ വേറെ ആരെയോ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ. അയ്യോ രോഹിത് സാർ പുറത്തു തന്നെ നിൽക്കുന്ന എന്താ? അകത്തേക്ക് വരുന്നേ പ്ലീസ്. ചേച്ചി അതെ രോഹിത് സാർ, അകത്തേക്ക് വരൂ. ആ, Please, വരാലോ. വരൂ. ഷേളിന്റെ മനസ്സിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും അവൾ എന്തൊക്കെയോ മറക്കുന്നുമുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ മുഖം തരാതെ സംസാരിക്കുന്നേ. ബോഡി ലാംഗ്വേജും അത്ര ശരിയല്ലല്ലോ. കള്ളവാ പറയുന്നെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അവളുടെ ഗെയിം പ്ലാൻ അതെങ്ങനെയാ മനസ്സിലാക്കുക? കിരൺ, ആ, ആ, ഒന്ന് നിൽക്ക്. അയ്യോ എന്ത് ചെയ്യും? ആ ഷേളിന് മേലെ ഒരു കണ്ണ് വേണമായിരുന്നല്ലോ. ഡാഡ് ഞാൻ ഇപ്പോ വരാം. ഒരു മിനിറ്റ് നിൽക്കൂ. നീ രോഹിത്തിനെ കണ്ടോ? അല്ല ഡാഡ്, ഞാൻ എങ്ങനെ കാണാനാ? എന്നോട് പറഞ്ഞിട്ടാണോ പോകുന്നേ? ഡാഡ് ഞാൻ ഇപ്പോ വരാം. അല്ല, നിനക്ക് സരളയുടെ കാര്യത്തിൽ അവൻ നിന്നെ വഴക്കു പറഞ്ഞതിന് നിനക്ക് അവനോട് ദേഷ്യമുണ്ടോ? നോ ഡാഡ്, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഇപ്പോ വരാം. ദാ വരുന്നു. ഇത്ര പെട്ടെന്ന് അവൾ എങ്ങോട്ടാ പോയത്? ഡാഡ് പിടിച്ചിരുത്തില്ലായിരുന്നെങ്കിൽ കാണാൻ പറ്റിയേനെ. കിരൺ എന്തൊക്കെ സംഭവിച്ചാലും ശരി, കണ്ടുപിടിച്ചേ പറ്റൂ അവളെ. ആരോടായിരിക്കും സംസാരിക്കുന്ന ഇവള്? ഒന്നും കേൾക്കാനും പറ്റുന്നില്ല. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. ഞാനിവിടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമല്ല, ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിയ ഇറ്റ് വുഡ് ബി ഡിഫിക്കൾട്ട് ഫോർ മീ. ഇവിടെ ആർക്കും എന്തോ സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനിപ്പോ ഇവിടുന്ന് ഇറങ്ങിയ ആ സംശയം അവൻ ഉറപ്പിക്കും. ഐ നോ, ഞാൻ പ്രോമിസ് ചെയ്തതാണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കി, ഇറ്റ്സ് നോട്ട് പോസിബിൾ. ശരി, ഞാൻ വരാം. അല്ല, എങ്ങോട്ട് പോയി ഇവള്? ഇവിടെ ആരുമില്ല. ഷേർലിൻ, നീ എന്തിനാ ഇത്രയും ചിന്തിക്കുന്നത്? നിന്റെ സംസാരം ഈ വീട്ടിൽ ആരും ഒളിഞ്ഞു നിന്ന് കേൾക്കില്ല.
കാരണം എല്ലാരും നിന്നെ അത്രയ്ക്ക് വിശ്വസിക്കുകയല്ലേ. ടെൻഷൻ ആകേണ്ട ഒരാവശ്യവും ഇല്ല. പക്ഷേ ഒരു കാര്യം ആലോചിച്ചേ പറ്റൂ. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിച്ചേ പറ്റൂ. എന്തായാലും നീ ടെൻഷൻ അടിച്ചേ പറ്റൂ ഷേർലിൻ. ഇപ്പൊ നിന്റെ പുറകിലെ കിരൺ നമ്പ്യാരാണ്. കിരൺ നമ്പ്യാർ നിന്നെ കുറിച്ച് പ്രീത സത്യമാണ് പറഞ്ഞത്. ഞാൻ അവളെ വിശ്വസിക്കണമായിരുന്നു ഒരു വട്ടമെങ്കിലും. എന്റെ തെറ്റാത്. ഒരു പ്രാവശ്യം നിനക്കെതിരായിട്ട് തെളിവ് കിട്ടിക്കഴിഞ്ഞാ അപ്പൊ കാണിച്ചു തരാം. എല്ലാവരുടെ മുന്നിൽ ഞാൻ ഉറപ്പായിട്ട് നിന്നെ എക്സ്പോസ് ചെയ്യും. സമീർ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. അല്ല രോഹിത് മോനെ, നന്നായിരിക്കട്ടെ. സുഖമാണോ? ഞാൻ സുഖമായിരിക്കുന്നു അച്ഛമ്മേ. എല്ലാവർക്കും സുഖാണോ? എല്ലാവർക്കും സുഖം. മോനിരിക്കും, ഞാൻ ചായ കൊണ്ടുവരാം. വരൂ സൃഷ്ടി, നമുക്ക് ചായ എടുക്കാം. പ്രീത, ഞാനൊരു വളരെ അത്യാവശ്യമുള്ള കാര്യം പറയാനാ വന്നേ. പറഞ്ഞോളൂ. പ്രീത, വേറെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം തന്നോട് ഹൃദയം കൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ സഹായം അത്രയ്ക്ക് വേണ്ടിയിരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നതേയില്ല. ഐ എം റിയലി സോറി. അത് സാരമില്ല, അങ്ങനെയൊന്നും പറയണ്ട. അല്ലെങ്കിലും സുഹൃത്തുക്കൾക്കിടയിൽ നോ സോറി, നോ താങ്ക് യു. സോറി പറയേണ്ടത് ഞാനല്ലേ? സാറിനോട് റൂഡായിട്ട് സംസാരിച്ചതിന് ഞാനല്ലേ പറയേണ്ടത്? അന്നത്തെ അവസ്ഥയിൽ ഞാൻ സാറിനോട് എന്തൊക്കെയോ പറഞ്ഞുപോയി. ഒരിക്കലുമില്ല പ്രീത. നിങ്ങളുടെ അവസ്ഥയിൽ ആരും സംസാരിക്കേണ്ട രീതിയിൽ മാത്രമേ താനും സംസാരിച്ചിട്ടുള്ളൂ. സാർ ഒരു കാര്യം മറക്കരുത്, ഞാൻ ഒരിക്കലും സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു കാര്യമേ മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. എനിക്കന്നും പെട്ടെന്ന് എന്താ സംഭവിച്ചെന്നറിയില്ല. എന്നിട്ട് ഞാൻ എന്തൊക്കെയാ സാർ, ഐ ആം സോ സിൻസിയർലി സോറി. പ്രീത, താൻ ഒരിക്കലും സോറി പറയരുത്. അതെനിക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിച്ചതിന് ഞാൻ എന്തായാലും സാറിനോട് ക്ഷമ ചോദിച്ചേ പറ്റൂ. എനിക്കതിൽ പ്രീത, വളരെയധികം. തനിക്ക് എന്നോട് എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ദേഷ്യം വന്നാൽ ദേഷ്യത്തിൽ സംസാരിക്കാം, സന്തോഷം വന്നാൽ അങ്ങനെ സംസാരിക്കാം. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നോട് സംസാരിക്കുമ്പോൾ താൻ പ്രസന്റബിൾ ആകേണ്ട ആവശ്യമില്ല. യുനോ പ്രീത, താൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നോട് സംസാരിച്ചാൽ മതി. തന്നെപ്പോലെ ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും എനിക്കൊരിക്കലും കഴിയില്ല പ്രീത. സാറ് ശരിക്കും ആരാന്ന് സാറിന് തന്നെ അറിയില്ല എന്നുള്ളതാ സത്യം. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് സാറിനെക്കാളും നല്ലൊരു മനുഷ്യൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ലെന്ന്. അതെ സൃഷ്ടി, ആ മുത്തശ്ശി, ഇവൾ കിരണിന് തന്നെയല്ലേ ഐ ലവ് യു എന്ന് പറഞ്ഞത്? നീ കേട്ടതിൽ മാറിപ്പോയതൊന്നും അല്ലല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശി, ഞാൻ കേട്ടത് ശരി തന്നെയാ. പക്ഷെ ഇവിടെ നടക്കുന്നത് വേറെന്തോ സീൻസ് ആണല്ലോ. എനിക്ക് കൺഫ്യൂഷൻ ആവുന്നു മുത്തശ്ശി. മുത്തശ്ശി, സൃഷ്ടി, എന്തു പറ്റി? അവിടെ എന്താ രണ്ടുപേരും കൂടി പിറുവിറുക്കുന്നേ? ഇവിടെ വന്ന് നിങ്ങൾക്ക് സംസാരിച്ചാലേ. ഞാൻ വേണമെങ്കിൽ വന്ന് പറയാം, പക്ഷെ നീ പിന്നീട് പിണങ്ങരുത്. എനിക്ക് പറയാനുള്ള ധൈര്യമുണ്ട്. നിനക്കത് കേൾക്കാനുള്ള ധൈര്യം ഉണ്ടോ? അത് വിട്ടേക്ക്. അവരവിടെ വെറുതെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാ. സാർ ശ്രദ്ധിക്കണ്ട. എനിക്ക് തോന്നുന്നു ഇവര് ഞാൻ പുറത്തുനിന്ന് കേട്ടതിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അവരെ പറയാൻ സമ്മതിക്കും പ്രീത. അച്ഛമ്മേ, എന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? അത് പറയും. അത് ഇന്ന് രാവിലെ മുതലേ സൃഷ്ടിയും മുത്തശ്ശിയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തമാശ ഒപ്പിച്ച് നടക്കുക. അവരെന്നെയും കളിയാക്കിയതാ. അതിനെ കുറിച്ച് പറഞ്ഞതാ. രണ്ടുപേരുടെ ഒരു കാര്യം. സാറത് വിട്ടേക്ക്. സാറത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. എനിക്കറിയാം അവരെന്താ തന്നെ കളിയാക്കുന്നതെന്ന്. സാറിനറിയോ? സൃഷ്ടി പറഞ്ഞത് ഞാൻ പുറത്തുനിന്ന് കേട്ടിരുന്നു. താൻ ആരെയോ സ്നേഹിക്കുന്നുവെന്നല്ലേ? സൃഷ്ടി, താൻ പറയേ, പ്രീതയ്ക്ക് ആരോടാണ് പ്രണയം തോന്നിയതെന്ന്? ആക്ച്വലി പ്രീത, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. പക്ഷെ അതിനു മുമ്പ് താൻ സ്നേഹിക്കുന്ന ആളുടെ പേരെന്താണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിരൺ. അയ്യോ, അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? കയ്യിന്ന് പോയല്ലോ. കിരണോ? കിരണിന്റെ ഫോണാണ്. നിന്റെ റൂമിൽ ബെല്ലടിക്കുന്നത് കേട്ടപ്പോ ഞാൻ എടുത്തിട്ട് വന്നതാ. കിരണിന്റെ കോൾ ആയിരുന്നോ? ഇങ്ങ് തന്നേക്കൂ. എക്സ്ക്യൂസ് മീ. നമസ്കാരം. ഇരിക്കൂ.
എങ്ങനെ എനിക്ക് സുഖാണോ? സുഖമാണ് ആന്റി. ആന്റിക്കോ? നന്നായി. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ ബെറ്റർ ആണ്. ആ നന്നായി. ആരെയായിരിക്കും പ്രീത സ്നേഹിക്കുന്നത്? ചേട്ടത്തി, നിങ്ങളുടെ പെർഫ്യൂം കിടിലാണല്ലോ. എവിടെന്നാ വാങ്ങിയത്? എനിക്കൊരു കുട്ടിയെ ഇംപ്രസ് ചെയ്യണമെന്നുണ്ട്. ഇത് വാങ്ങി കൊടുത്താലോ എന്ന് ആലോചിക്കുന്നത്. ഇത് ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതാണ്, ഇവിടെ കിട്ടില്ല. ശരി സമീർ, ഐ റിയലി ഹാവ് ടു ഗോ. ഒരു മിനിറ്റ്. ചേട്ടത്തിക്ക് റെഡ് റോസസ് ആണോ ഇഷ്ടം അതോ പിങ്ക് റോസസോ? എന്താണെന്നറിയുമോ, രോഹിതേട്ടൻ ബൊക്കെ ഓർഡർ ചെയ്യാൻ പറയുന്നത് എന്നോടാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞിരിക്കണമല്ലോ. ലെറ്റ് മീ ഗസ്. ചേട്ടത്തിക്ക് ഇഷ്ടം റെഡ് റോസസ് ആണ്. കറക്റ്റ് അല്ലേ ഞാൻ ഗസ് ചെയ്തിരിക്കുന്നത്? പറയൂ ചേട്ടത്തി. സമീർ, ഐ റിയലി ഹാവ് ടു ഗോ. അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. ഞാൻ വന്നിട്ട് സംസാരിക്കാം. ബൈ. ചേട്ടത്തി എന്താ ചേട്ടത്തി ഇത്? നിങ്ങളുടെ ഭാവി അനിയനെ 2 മിനിറ്റ് പോലും തരാനില്ലേ? ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാം പഠിക്കാം, ടിപ്സ് ഒക്കെ അറിയാലോ എന്ന് കരുതി വന്നപ്പോ നിങ്ങൾക്ക് പോകാനുള്ള ധൃതിയാണല്ലേ? സമീർ, എന്താന്ന് വെച്ചാ എനിക്ക് അർജന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതാ, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ തമാശ നിർത്തി. രോഹിതേട്ടന് വേണ്ടി എനിക്കും കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? രോഹിതേട്ടൻ നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞാണ്. ചോദിച്ചോട്ടെ? ഓക്കെ, ചോദിക്കേ. ചേട്ടൻ ചോദിച്ചു, ആദ്യം മുട്ടയാണോ കോഴിയാണോ ഉണ്ടായെന്ന്? വാട്ട്? ആദ്യം മുട്ടയാണോ കോഴിയാണോ ഉണ്ടായത്? അറിയില്ലല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഓപ്ഷൻ തരാം. ഓപ്ഷൻ: തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുതരി കുരുമുളകുരുളും. എന്തിനാ ഉരുളുന്നത്? എനിക്കറിയില്ല. അതും അറിയില്ലേ? സാരമില്ല, അടുത്ത ക്വസ്റ്റ്യൻ. അരുതരുത് കുതിരേ, മുതിരരുത് കുതിരേ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരേ. എന്നാലും കുതിര എന്തിനാ അതിരിൽ പോയത്? വാട്ട് അല്ല, വൈ. എന്നാലും കുതിര എന്തിനാ അതിരിൽ പോയത്? നമ്മുടെ ഇത്രയും വലിയ നാട്ടിലില്ലാത്തതാണോ മുതിര? എല്ലാവരെയും വിട്ടിട്ട് എന്തിനാ അത് പോയത്? അതെന്താ ഇവിടെ കിട്ടില്ലായിരുന്നോ? കുതിര എന്തിനാ ഫാമിലിയെ വിട്ടിട്ട് പോയത്? കുതിരയുടെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അമ്മാവൻ, അമ്മായി, ചേട്ടൻ, ചേച്ചി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ അമ്മയെ കുറിച്ച് പോലും ഒന്നും ചിന്തിച്ചില്ലല്ലോ. അത് എനിക്ക് അമ്മയെ കുറിച്ച് ഓർത്ത് വിഷമം തോന്നുന്നു. ചേട്ടത്തിക്ക് എന്ത് തോന്നുന്നു ചേട്ടത്തി? ഓ ഗോഡ്, ഇവനിങ്ങനെ വാതോരത സംസാരിച്ചോണ്ടിരുന്ന എനിക്ക് വട്ടാകും. ഹേ, ഇറ്റ്സ് മീ, കിരൺ നമ്പ്യാർ. മിസ്റ്റർ കിരൺ നമ്പ്യാർ, ചിലപ്പോ നിന്റെ ടൈമിംഗ് തീരെ ശരിയാവില്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ്. ഇതിലേതാണെന്ന് എനിക്ക് എന്നെ ഡിസൈഡ് ചെയ്യാൻ നീ പറ്റില്ല. ഇങ്ങനെ തമാശ പറയല്ലേ മോളെ. നിനക്കാണെങ്കിൽ ജോക്സ് ഒന്നും പറയാനും അറിയില്ല. ജോക്കൊന്നും അല്ല. ഞാനിവിടെ ഒരു സിറ്റുവേഷനിൽ പെട്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ എല്ലാവരും എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ അടുത്ത് അതിനുള്ള ഉത്തരവില്ലായിരുന്നു. പക്ഷെ നിന്റെ കോള എന്നെ അതിൽ നിന്ന് രക്ഷിച്ചത്. ഒരു സെക്കൻഡ്. നിന്റെ ഈ ഡയലോഗുടെ ആദ്യം ഒന്ന് നിർത്ത, എന്നിട്ട് നടന്ന എന്തെന്ന് പറയാ. അത് വിട്ടേക്ക്. ഇനി ഈ കാര്യത്തിൽ എന്ത് പറയാനാ? നീ പറഞ്ഞത് ശരിയാ. എനിക്ക് സെൻസ് ഓഫ് ഹ്യൂമർ തീരെയില്ല. വെറും സീറോയാണ്. ജോക്കായിരുന്നു, വളരെ മോശമായിരുന്നു. ബാഡ് ജോക്ക്. എനിവേ ബാഡ് ലയർ ടു. നീ കള്ളോ പറയുന്നെന്ന് ഫോണിൽ കൂടെ കേട്ട തന്നെ മനസ്സിലാവും. വിട്ടേക്ക്. നീ ആദ്യം ഞാൻ പറയുന്ന കേക്ക്. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കേ, പറയേ. ഞാനൊരു കിടിലൻ കള്ളക്കഥ പറഞ്ഞ ഷേളിന്റെ എല്ലാ ഡൗട്ടും മാറ്റിയിരിക്കുക. നീ അവളെ ഒന്ന് കാണണമായിരുന്നു പ്രീത. അവൾ ആളാകെ മാറിപ്പോയി. ഇനി അവള് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നീ കണ്ടോ? പിന്നെ ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. നിന്നോട് ആദ്യം അത് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി. ഓക്കേ, വാട്ട് ആക്ഷൻ? എന്ത് ഡെവലപ്മെന്റ് ഉണ്ടായത്? ഷേളിൻ ആരോടോ സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടിട്ട് ആരോ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ആദ്യം അവള് പറ്റില്ലെന്ന് പറഞ്ഞു, പക്ഷെ പിന്നീട് ഓക്കെ പറഞ്ഞു അവള്. അങ്ങനെ ആരെയോ കാണാൻ പോയിരിക്കുക. നീ പറഞ്ഞ അതേ മിസ്റ്ററി മാൻ ആണെന്ന് എനിക്ക് തോന്നേ. ഓ മൈ ബേബി ഡോൾ, നമുക്ക് വലിയൊരു തെളിവ് കിട്ടാൻ പോവാണ് മോളെ. ഒരു സെക്കൻഡ്. എന്ത്? നോക്ക്, നീ എന്നെ ബേബി ഡോൾ എന്ന് വിളിക്കരുത്. ഞാൻ ബേബിയും അല്ല ഡോളും അല്ല. എനിക്കത് കേൾക്കുമ്പോ തന്നെ എന്തോ പോലെ തോന്നും. വാട്ട്? ഞാൻ ഇത്രയും വലിയ കാര്യം പറഞ്ഞിട്ട് നീ ആ ബേബി ഡോൾ നിൽക്കുവാണോ? വാവ്. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അതിന് റിയാക്ഷൻ ആവശ്യമൊന്നുമില്ല. ഐ ആം റിയലി ഗ്രേറ്റ്ഫുൾ ടു യു കിരൺ. നീ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്? ഓ ഹലോ, നിനക്ക് വേണ്ടിയോ? നോ ചാൻസ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഏട്ടന് വേണ്ടിയാ ചെയ്യുന്നേ. ഓക്കേ. ശരി, നീ പറയുന്നതും ചിന്തിക്കുന്നതുമാണ് ശരി. ഞാനത് സമ്മതിച്ചിരിക്കുന്നു. ഹാപ്പി? എന്നാ ശരി. ലിസൺ മിസ് പാവയ്ക്ക, ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ഷേളിന് ഉറപ്പായിട്ട് അയാളെ കാണാൻ പോയെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ പിന്തുടർന്ന് തെളിവുകൾ ശേഖരിക്കും. പിന്നെ നീ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. ഓ വെരി ഗുഡ്. നീ വെറുതെ സംസാരിച്ച് സമയം കളയുന്ന എന്തിനാ? അവളുടെ പുറകെ പോയി തെളിവ് കണ്ടെത്ത്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ വലിയ ഇഷ്ടമല്ലേ. ഒന്ന് പോടി. ലവേഴ്സ് ടൈം ആണോ? റൈറ്റ്? അയ്യോ, നീ നിന്റെ ക്രാബ് മോഡ് നിർത്തിയിട്ട് ആക്ഷൻ മോഡിലേക്ക് വന്നേ. ഞാൻ അല്ലെങ്കിലും ആക്ഷൻ മോഡ് ഓൺ ആക്കി കഴിഞ്ഞു. ഞാൻ സമീറിനെ അവളുടെ പുറകെ വിട്ടിരിക്കുക. പിന്നെ ഫോൺ എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവണം. ഞാൻ എപ്പോ വിളിച്ചാലും ഫോൺ എടുക്കണം. ഓക്കെ? ഓഫ് കോഴ്സ് ഐ വിൽ.